നമസ്കാരം. എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്നല്ലല്ലോ പറയണ്ടേ. ഞങ്ങളുടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സൂററ്റിൽ പോവുകയാണ്. ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും സിന്ധു അണ്ണനും കൂടെ സൂററ്റിലേക്ക് പോവുകയാണ്, ഗുജറാത്തിലേക്ക്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിന്നപ്പം 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ടൈം ആക്ടിവിറ്റീസാണ് നിങ്ങളെ കണ്ടത്. ആ കുഞ്ഞിന് റെയിൽവേ സ്റ്റേഷനായാലും എവിടെ ആയാലും പണിയെടുത്തല്ലേ പറ്റുള്ളൂ, ഓൺലൈൻ വർക്ക്. അപ്പം അണ്ണം അന്നും വർക്കിലായിരുന്നു. അപ്പോൾ അതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മൊബൈലിൽ കുത്തി കളിക്കുക. അങ്ങനെ നമ്മൾ തലേ ദിവസം കയറിക്കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് കയറിന് പിറ്റേ ദിവസം വൈകുന്നേരം 6:30 ആകുമ്പം സൂററ്റിലെത്തും. അങ്ങനെ പിറ്റേ ദിവസം 6:30 ആയപ്പോൾ സൂററ്റിലെത്തി. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലൊന്നും അല്ല, മറ്റേ ഹൈ പ്രൊഫൈൽ ആൾക്കാരല്ല അവിടെ കൂടുതലും വരുന്നത്. ഭയങ്കര റഷ്. നമ്മൾ വന്ന സമയം അതുപോലെ ഒരു മാർക്കറ്റ് ടൈമിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് പിറ്റേ ദിവസം. ഭയങ്കര റഷെന്ന് പറഞ്ഞാൽ റഷാണ്. അതായത് ഈ ഗുഡ്സൊക്കെ കൊണ്ടുവന്ന തീവണ്ടി വഴി ഗുഡ്സൊക്കെ ഇറക്കത്തില്ല, അതിൻ്റെ ലോഡ് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന. ഇവർ ട്രെയിനാണല്ലോ കൂടുതൽ ആശ്രയിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കറക്റ്റ് ആളിനെ വിളിച്ചു. അവർ വണ്ടിയും കൊണ്ട് കറക്റ്റ് സമയത്ത് വന്നു നിന്നു. നമ്മളതിനകത്ത് വണ്ടി കയറി. നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ സൂറത്തുള്ള നമ്മുടെ ആളിനെ കൊടുത്ത് ഡിസ്കസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് അത്രയും ഡിഫിക്കൽട്ടീസ് ഇല്ല. അവർ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഹോട്ടലിൽ എത്തിച്ച് നമ്മളെ. ഒന്ന് ആലോചിക്കണം, ഞങ്ങളിങ്ങനെ 2 days ഞാൻ ട്രെയിനിൽ ഇരുന്ന് അങ്ങനെ എനിക്ക് ശീലവുമില്ല സത്യത്തിൽ. എങ്ങനെയെങ്കിലും വന്ന് ഹോട്ടലിൽ വന്നിട്ട് നമുക്കൊന്ന് ഫ്രഷായാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ 3rd AC ആയതുകൊണ്ട് അങ്ങനെ വീർക്കൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും നമ്മുടെ ബാത്റൂമൊക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു കേസാണ്. സോ വേഗം ഇങ്ങനെ വരണം എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അവർ തന്നെ അറേഞ്ച് ചെയ്ത ഹോട്ടലാണ്. നമ്മൾ പേ ചെയ്യുന്നത് നമ്മളാണ്, പക്ഷെ അറേഞ്ച് ചെയ്തത് അവരാണ്. അവർ പിന്നെ ഭയങ്കര ഭക്തരാണല്ലോ ഗുജറാത്തീസ്. അപ്പോൾ അതിൻ്റെ ഗണപതിയുടെ പടവും പൂവും ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ആദ്യം നമ്മളൊരു റൂം കാണിച്ചു. ആക്ച്വലി ഈ റൂം ഞങ്ങൾക്ക് നമ്മുടെ മലയാളീസിന് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടൊന്നും റൂമുള്ളത്, പ്രത്യേകിച്ച് 3 പേരില്ലേ, അപ്പോൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമൊന്നും പറ്റില്ല. സോ നമ്മൾ ഈ കണ്ട റൂമല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റേ റൂമിൻ്റെ മര്യാദയ്ക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുമില്ല. എനിവേയ്സ് അതങ്ങനെ നടന്നു. പിറ്റേ ദിവസം ഉറങ്ങി എണീറ്റിട്ട് മോർണിംഗ് ഞാനാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. അപ്പം ഞാൻ അവിടുത്തെ കേട്ടൻ മാറ്റിയപ്പം ദൃശ്യങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല മഞ്ഞൊക്കെ മൂടിയിട്ട് 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പകൽ ഉറങ്ങുന്ന ടൈപ്പ് ആൾക്കാർ. അവർക്കൊരു 9 മണി വരെയൊക്കെ ഉറങ്ങുന്നതാണ് ഇഷ്ടം. കാരണം അവർ ഉറങ്ങുന്ന സമയം അവർ 2 മണി 3 മണിയൊക്കെയാണ്. സോ അതുങ്ങൾ 2 മൂടി പുതച്ച് ഉറങ്ങുന്നുണ്ടോ. അപ്പോൾ എനിവേയ്സ് നമ്മൾ രാവിലെ ആയപ്പോൾ പോകാനുള്ള നമ്മുടെ പർപ്പസ് എന്താണോ അതിനുള്ള സെറ്റപ്പ് എല്ലാം ബാഗിൽ ഇരുന്ന സാധനങ്ങളെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ പുറത്താക്കിയിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് പോകാനായിട്ട് റെഡി. 9:30-10 മണിക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഈ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നേ വരെയുള്ളൊരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.5 മൾട്ടിപ്പിൾ ചോയ്സാണ് നമുക്ക്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി അളിയാ. ബ്രെഡ് സാൻഡ്വിച്ച് ആൻഡ് പോഹ, ടീ. ആദ്യം കൊണ്ടുവന്ന് പഞ്ചസാര ഇട്ടതായിരുന്നു, പിന്നെ 2ാമത് കൊണ്ടുവന്ന് ഇത് കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഞാൻ അയാളോട് ചോദിക്കുക, വെയിറ്ററിനോട്, ഇതാണോ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ എന്നും ഇതൊക്കെ തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു മാറ്റം ഉണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴേ നാളെ നാൻ ചപ്പാത്തിയൊക്കെ ആയിരിക്കുമെന്ന്, ആലു പൊറോട്ടയൊക്കെ ആയിരിക്കുമെന്ന്. ഇതാണ് അവരെ മാറ്റം. നമ്മുടെ ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഇഡ്ഡലി, ദോശ, അപ്പം, പൂരി, മുട്ട, മറ്റേ ബ്രെഡ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രൂട്ട്സ്, സാലഡ്സ്, ഇങ്ങനെയൊക്കെ നിരത്തി വെച്ചേക്കുകയല്ലേ. ഇവിടുത്തെ ഇങ്ങനെയാണ് അളിയാ. അതിൻ്റെ ഇടയ്ക്ക് ഇതുങ്ങളുടെ ഇങ്ങനെ വളിച്ച കോമഡികളാണ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഭാര്യയും ഭർത്താവും. അങ്ങനെ ഞങ്ങൾ വേണ്ടു റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യണം. നമ്മുടെ വണ്ടി വരും. നമുക്ക് പോകേണ്ടടുത്ത് അവർ തന്നെ നമ്മളെ വണ്ടി വിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി വന്നു. നമ്മൾ അതിനകത്ത് കയറിയിട്ട് നമ്മൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെത്തി. ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ ടെക്സ്റ്റൈൽ മാർക്കറ്റ്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇവിടെ ട്രാഫിക്കും ഇല്ല, ഒരു കുന്തുമില്ല. നമ്മൾ പോയെടുത്ത് അവനവന് ഇഷ്ടമായിട്ട് എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക അതനുസരിച്ച് കുത്തിക്കയറ്റി പോവുക. അങ്ങനെ നമ്മളവിടെ എത്തുക. അതുപോലെ നിങ്ങൾ തൊട്ട് മുമ്പ് ഒരു ഫോട്ടോയും ഒരു തമന്നയുടെ ഇത് കണ്ടില്ലേ, എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ എൻ്റെ ഓണർഷിപ്പ്, ഓണറിൻ്റെ തലയൊക്കെ വെട്ടി ഒട്ടിച്ച് ഇങ്ങനെയൊക്കെ വെച്ചേക്കും. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പേരിനാണ് നമ്മുടെ ഇതിന് സാധിക്കുക. ആളിന് വലിയ ഇതൊന്നുമില്ലല്ലോ.
സ്ഥാപനത്തിൻ്റെ പേരിനാണ് ഭയങ്കര ഇത്. ഇവിടെ എന്തോ അങ്ങനൊരു ഫോട്ടോ അവിടെ ഒട്ടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളൊരു ഹോൾസെയിൽ അതാണ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ അളിയാ, എൻ്റെ അമ്മോ, ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് 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 പൂണ്ട് വിളയാടുകയാണ്. ആ ഇട്ടിരിക്കുന്ന ഷോ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും അവർ സെയിലിനെടുക്കില്ല, ഓൺലി സാമ്പിളാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതൊരിക്കലും സെയിലിന് വിടത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം പാക്കറ്റുള്ളിൽ വേറെ നമുക്ക് ബില്ലടിക്കുന്നത്, പാക്ക് ചെയ്ത് വിടുന്നത് ഇത് വേറെ പീസായിരിക്കും. അതല്ല പൊടി അടിക്കില്ലേ എന്താണ് പറഞ്ഞത്. നമ്മളങ്ങനെ അവിടുത്തെ രാവിലെ കയറിയിട്ട് എന്തോ വൈകുന്നേരം 3 മണി 4 മണി ആയിട്ട്. പിന്നെ അവിടുത്തെ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം മലയാളിയാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മളെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നുകൊണ്ട് കഴിക്കണം കേട്ടോ, വേറെ ഒന്നും പോകാനുള്ള സാഹചര്യം തൊട്ടടുത്ത് ഇതാണ്. നമ്മളവിടുന്ന് അവരുടെ സ്പെഷ്യൽ താൽ മീൽസ് ആണല്ലോ അവിടെ. അപ്പോൾ അണ്ണനൊരു താൽ മീൽസ് ഓർഡർ ചെയ്തും എനിക്ക് എപ്പോഴും നെയ് റോസ്റ്റാണ്. അതിപ്പം 3 മണിക്കാണെങ്കിലും 4 മണിക്കാണെങ്കിലും നെയ് റോസ്റ്റാണ് ഞാനും സിന്ധു ഓർഡർ ചെയ്ത്. അണ്ണൻ താൽ മീൽസ്, അതിനകത്ത് എന്തോ കുറച്ച് ചോറ്, കുറച്ച് കുറച്ച് ഒരു ചപ്പാത്തിയോ അങ്ങനെ അവർ താൽ മീൽസ്. നമ്മൾ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ ചുരിദാർ അങ്ങനെയുള്ള പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ പ്രസീതയ്ക്ക് വേണ്ടിയിട്ട് ഡാൻസിങ് ഡ്രസ്സിന് വേണ്ടി സാരി മറ്റിടത്ത് നോക്കിയപ്പോൾ നമുക്ക് പറ്റിയത് കിട്ടിയില്ല. നമ്മൾ സാരിക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ഹോൾസെയിൽ മാർക്കറ്റിൽ വന്നു. ഉള്ളി തിങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് 1 2 3 4 പീസൊന്നും എടുക്കാൻ പറ്റില്ല. ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് ബില്ലടിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ല, 24 പീസ് തരും. അതാണ് കേസ് കെട്ട്. അല്ലാതെ ഹോൾസെയിലിൽ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഓട്ടോമൊബൈൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആരെങ്കിലും വന്ന് ഒരു പീസ് വെച്ചാൽ ഒരെണ്ണം എടുത്ത് ബില്ലടിച്ച് കൊടുക്കും. ഇവിടെ അത് നടക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഒരു സിംഗിൾ പീസോ അല്ലെങ്കിൽ 4 പീസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ. വിൽക്കാനല്ല, നമ്മുടെ ഓൺ പർപ്പസിന്. ഇല്ല 24 എടുക്കും മാഡം എന്നേ പറയുള്ളൂ. അങ്ങനെ സാരിക്ക് വേണ്ടി ഞങ്ങളവിടെ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് റീസണബിളായിട്ട് കിട്ടുകയും വേണ്ടേ, അവൾക്കത് റെൻറ്റിന് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എങ്ങനെയോ പറ്റിയില്ല, എങ്ങനെയെങ്കിലും 4-5 എണ്ണം എന്തോ എടുത്തു. അവളെ വിളിച്ച് കൺഫേം ആക്കിയിട്ട്, അപ്പം അതുകൊണ്ട് 5 എണ്ണം അവൾ എന്നാൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇവിടുത്തെ എന്തോ ഒരു മാർക്കറ്റുണ്ട്, അത്രേ ഒരു ബസാറോ എന്തോ പേരുണ്ട്. അത് ചുമ്മാ ഇങ്ങനെയുള്ള ലോക്കൽ ആൾക്കാർക്കൊക്കെ വന്ന് അതും ഇതൊക്കെ മേടിക്കാൻ പറ്റുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ. ഈ നമ്മുടെ എറണാകുളത്തെ ജെട്ടിമേനക അതോ ഇങ്ങനെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുങ്ങളൊക്കെ ഒടുക്കത്തെ റേറ്റ്. സോനുവിന് കണ്ടു കഴിഞ്ഞാൽ ഒരു വരും, സോനുവിന് ഇഷ്ടമുള്ള സംഭവങ്ങളായി കമ്മൽ. ഞങ്ങളെല്ലാം റേറ്റ് ചോദിച്ചു, പക്ഷെ അടുക്കാൻ പറ്റുന്നില്ലെന്നേ. ഇവന്മാരിലെ എന്നിട്ട് വിദേശികൾ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഈ റേറ്റ് അടിച്ച് കയറ്റി കൊടുക്കത്തില്ല, അവർക്ക് വിവരമില്ലെന്നും പറഞ്ഞു. ഏത് രീതിയിൽ നമ്മൾ കേരളക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മളൊന്നും മേടിക്കില്ല, കൊള്ളാം പക്ഷെ മേടിച്ചല്ലോ ഒന്നും. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പം അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഈ ഹോട്ടലിൽ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. നമുക്ക് ഇച്ചിരി കുറച്ചും കൂടെ പ്രൊഫൈലായിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവിടെ കിട്ടിയില്ല. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ചുമ്മാ പാതിരാത്രി നടന്നിട്ടൊരു ഹോട്ടലിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഫുഡ്, വെജിറ്റേറിയൻ ഫുഡ്, പനീറിൻ്റെയും നാനും പനീറും ഒക്കെ കഴിച്ചു. അതുപോലെ നമ്മുടെ കുൽഫീനെ നമ്മൾ ഒരു സിംഗിളായിട്ടല്ല കഴിക്കുന്നത്, ഇത് കട്ട് ചെയ്തിട്ടിരിക്കുന്നു കുൽഫി 2 ഫ്ലേവർ. ഞാൻ എപ്പോഴും ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ആളായതുകൊണ്ട് ചോക്ലേറ്റ്, അവർ രണ്ടുപേരും കൂടെ മറ്റേ സാധനം കഴിച്ച് രാത്രി വന്ന് ഉറങ്ങി എണീറ്റ് പിറ്റേ ദിവസം അടുത്ത സെർച്ചിങ്ങിന് നമ്മൾ ഓൾറെഡി ഒരിടത്ത് പോയി പർച്ചേസൊക്കെ ചെയ്ത്. ഇപ്പോൾ ഇവർ നമ്മളെ താങ്ങുന്നു എന്നറിയാൻ വേണ്ടി അടുത്തൊരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ഇതേപോലെ എണീറ്റു, ഡ്രസ്സൊക്കെ ചെയ്തു, നമ്മൾ സെറ്റായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തിയത്. ഇത് വേറൊരു സ്ഥലമാണ്. നമ്മൾ ഇവരുമായിട്ട് നേരത്തെ കോൺടാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും പറ്റിയതുണ്ടെങ്കിൽ എടുക്കാം. സാരിയാണ് അവിടുന്ന് നമ്മൾ ചുരിദാർ സെറ്റാണ് അവിടുന്ന് കൂടുതൽ നോക്കിയത്. ഓക്കെ, നമ്മളിപ്പം ഒരു ബൾക്ക് പർച്ചേസ് ചെയ്തതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ മറ്റിടത്തേക്കാളും പ്രശ്നമാണ്. 24 48 പീസ് ഇതൊക്കെ എടുക്കണം. ഇവിടെ മറ്റേ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് സാരി ഉണ്ടല്ലോ, ഒരുമാതിരി മിനിക്കുന്ന, അതിനൊരു പേരുണ്ട്. ആ പേര് എൻ്റെ വായിൽ വരുന്നില്ല. സോ ആ സംഭവം എന്താ അവരാണെങ്കിൽ നമ്മളോട് ഭയങ്കര കോമഡി ചളി അങ്ങനെയുള്ളൊരു ടൈപ്പ്. മലയാളിയൊന്നും അല്ലടി, ഈ കുട്ടി മലയാളിയാണ്. ബാക്കി ആ സാരി എടുത്തിരുന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടല്ലോ ഭയങ്കര കോമഡിയാണ്. അവരെ സെയിൽസ്മാൻഷിപ്പ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഭയങ്കര സിന്ധു അതെല്ലാം വെച്ച് നോക്കും മാഡം സിന്ധു. പക്ഷേ ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് 48 പീസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു, അല്ലാതെ എടുത്തില്ലായിരുന്നു. സോ നമ്മൾ തൽക്കാലം അത് സാരി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു.
അതുകൊണ്ട് നമ്മളതിങ്ങനെ വെച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞ് അവർ തന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയപ്പം ഇത് ഞങ്ങൾക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഈ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ബൾക്ക് പർച്ചേസ് കഴിഞ്ഞതുകൊണ്ട് നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ അത് നമ്മുടെ റിസ്ക് ആയിരിക്കും. പക്ഷേ നമ്മളതോടൊന്നും എല്ലാം നോക്കി കണ്ടാൽ അത് ഭയങ്കരമായിട്ട് അവരാണെങ്കിൽ നമ്മളെ അവരോട് നമ്മൾ പറഞ്ഞായിരുന്നു ഉള്ളി എൻക്വയറിക്കാണെന്ന്. നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാണ്ട് മലയാളത്തിൻ്റെ പാട്ടൊക്കെ എടുത്തിട്ട് നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഇറങ്ങാൻ തുടങ്ങി. നമ്മളൊന്നും പർച്ചേസ് ചെയ്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ അവർ സമ്മതിച്ചില്ല. ഫുഡ് കഴിച്ചിട്ടേ ഞങ്ങൾ അതിഥികളെ ഫുഡ് കൊടുത്തിട്ടേ വിടാറുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ തന്നെ എന്താ നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഇവിടെ വന്ന പഞ്ചാബി താല് അത് നല്ലതെന്ന് പറയുന്നത്. ഗുജറാത്തി താലാകുമ്പോൾ കുറച്ചും സ്വീറ്റ്നെസ് കൂടും. അതുകൊണ്ട് പഞ്ചാബി താല് തരാൻ പറഞ്ഞു. 3 പേർക്ക് 3 എണ്ണം വേണ്ട, 2 എണ്ണം മതി എന്ന് നമ്മൾ പറഞ്ഞു. കാരണം നമുക്ക് അത്ര കപ്പാസിറ്റി ഇല്ല. കുറച്ച് റൈസ്, 2 ചപ്പാത്തി അങ്ങനെ വെച്ചിട്ട് കറികൾ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളത് കടയുടെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ അവർ ഞങ്ങളെ എല്ലാമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2-3 മന്ത്സ് കഴിഞ്ഞ് ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നിങ്ങൾ കുറച്ച് ഞങ്ങൾ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളിൻ്റെ സാമ്പിളുകൾ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. ഇത് ഞാൻ എൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സാധനങ്ങൾ സാധനം കൺസൈൻമെൻറ്റ് പാക്ക് ചെയ്ത് അവർ വിട്ടിട്ടുണ്ട്. നമ്മളതിൽ പാർസൽ സർവീസ് വഴിയാണ് അത് റിസീവ് ചെയ്യുന്ന. ഏകദേശം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് 2-3 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അത് ഡെലിവറി ആകും. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ. ഈ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. നേരിട്ട് കണ്ടാൽ ഇതിലും ഭംഗിയായിരിക്കും. വീഡിയോയുടെ ക്ലാരിറ്റി ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇത് ഭയങ്കര ടഫാണ്. നമുക്ക് എമൗണ്ട് കയറിപ്പോകുന്നത് ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോവും. ഞാനിത് ഇനി അങ്ങനെ ചെയ്യുന്നവർ ഹോൾസെയിൽ പോകുന്നവരടുത്ത് പറയാം. നമുക്ക് ഒരു പാക്കറ്റ് ഇപ്പോൾ ഇത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 10 എണ്ണം ചിലപ്പോൾ ഒരു പാക്കറ്റ് അത് എടുത്തേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവന് നമ്മുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് ഇഷ്ടപ്പെട്ട് നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല, കിട്ടുമില്ല, ബില്ലടിക്കുകയില്ല. ഞങ്ങൾ 2 റിക്വസ്റ്റ് ചെയ്ത് ഇല്ല ഹോൾസെയിൽ. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഹോൾസെയിലാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവർക്ക് ഇത് നമുക്ക് സിംഗിൾ പീസ് തരാനല്ലല്ലോ. അപ്പോൾ എമൗണ്ട് കയറിപ്പോകുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ സൈസും ഒരു പാക്കറ്റിലുണ്ടാവും. അപ്പോൾ പിന്നെ അത് നമുക്ക് നിവൃത്തിയില്ല, എടുത്തേ പറ്റുള്ളൂ. നമ്മൾ ഹൈ റിസ്കിലായിരിക്കണം നമ്മളത് എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഒരെണ്ണം കാണിക്കുന്നു, ഇതിൻ്റെ തന്നെ എത്ര പീസ് ആ പാക്കറ്റിലുണ്ടാവും. അതെല്ലാം എല്ലാ സൈസിൻ്റെയും നമ്മുടെ പാക്കറ്റിലുണ്ടാവും. ഇത് ജസ്റ്റ് ഓരോന്ന് ഞാൻ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളിതെല്ലാം കണ്ടു നോക്കിക്കോളൂ. ഇവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഫൊക്കെ ചായയാണ് 24/7 ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല. നമുക്കും അതുപോലെ തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കിങ്ങനെ ഷുഗർ ഇതിനകത്തിട്ട ചായ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്ക് അവർ ഷുഗർ ഇല്ലാത്ത സാധനങ്ങളെ കൊണ്ടുതരും. പിന്നെ വെള്ളവും അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരും. ഇടയ്ക്ക് ഉപ്പുകൾ ചോദിച്ചാൽ മതി, വെള്ളമൊക്കെ നമുക്ക് തരും. പക്ഷെ നമുക്ക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ആസ് യൂഷ്വൽ അന്ന് വൈകുന്നേരമായി. നമ്മൾ അന്ന് ആദ്യത്തെ ദിവസം ഫുഡ് കഴിച്ച് അവിടെ വന്നാണ് ചായയൊക്കെ കുടിച്ചത്. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്ന ദിവസം 12 മണിക്ക് ഇന്ന് ട്രെയിനാണ്. റെഡിയായിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്ത് അന്നും അണ്ണന് വർക്കാണ് കേട്ടോ. ഓഫീസിൽ ഇങ്ങനെ അവർക്ക് ഓൺലൈൻ ചെയ്യാവുന്നതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാൻ നേരത്തും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സിന്ധു പറയാം ഇനിയെങ്കിലും ഒന്ന് എഴുന്നേക്കൂ ട്രെയിനിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് 12 മണിക്കാണ് ട്രെയിന്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഫുഡ് നമുക്ക് എത്തുന്ന സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനിലാണ് വേണ്ടതെന്ന് അവിടെ എത്തിച്ചു തരും സ്വിഗ്ഗിക്കാർ. ആ സമയത്തിനുള്ളിൽ അവർ നമ്മുടെ അവിടെ കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുതരും. അങ്ങനെ ഗുജറാത്തിനോട് ബൈ ബൈ പറഞ്ഞിട്ട് സൂററ്റിനോട് ബൈ ബൈ